മെറ്റ ആഡ്സ് നമുക്കറിയാം ഒരുപാട് തവണ അപ്ഡേഷൻസ് വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ മെറ്റ ആഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവരെന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻസ് കൊണ്ടുവരുന്നത് അല്ലേ? പക്ഷെ അതിനൊരു പോസിറ്റീവ് വശം കൂടെ ഉണ്ട്, അത് വേറെ ഒന്നുമല്ല അല്ലേ? യെസ്, യൂസേഴ്സിന് ഒരു ബെറ്റർ ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അപ്ഡേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അത് അല്ലെങ്കിൽ ആളുകൾക്ക് ബോറടിക്കും. ഇപ്പം നമ്മൾ നമ്മുടെ കാര്യം തന്നെ ആലോചിച്ചാൽ അറിയാം, ഇപ്പം നമ്മൾ ഡെയിലി ഒരേ സ്റ്റൈൽ ഫോളോ ചെയ്യും, ആരെങ്കിലും ഔട്ട്ഫിറ്റ്സ്, ഹെയർ സ്റ്റൈല്, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ജ്വൽസ്, ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടും ഒരു ബെറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ ഓരോ തവണയും പല പല സ്റ്റൈലുകളും ട്രൈ ചെയ്യാറില്ല. അതേപോലെ അപ്ഡേഷൻസിൽ പുതിയ പുതിയ കാര്യങ്ങളാണ് മെറ്റ ആഡ്സ് ഒക്കെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ സംഭവിച്ചൊരു കാര്യമുണ്ട്, പുതിയ അപ്ഡേഷൻ അല്ല, പക്ഷേ അതൊരു അപ്ഡേഷനാണ്. അതെ, ഇത് മുമ്പ് ഉണ്ടായിരുന്നിട്ടുള്ള ഒരു അപ്ഡേഷനാണ്, അത് വീണ്ടും വന്നിരിക്കുകയാണ്. ലിവിങ് ഇൻ ഓർ റീസെന്റ് ഇൻ ദിസ് ലൊക്കേഷൻ പറഞ്ഞിട്ടുള്ളൊരു അപ്ഡേഷനാണ് വീണ്ടും വന്നിട്ടുള്ളത്. ഒരിക്കലും ഈ ഒരു അപ്ഡേഷൻ മെറ്റ ആഡ്സിൽ ഉണ്ടായിരുന്നു, പിന്നെ അത് റിമൂവ് ആയിപ്പോയി, പക്ഷേ ഇത് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് സെറ്റ് എന്ന് പറയുന്ന മെറ്റ ആഡ്സിലെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ അവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഒന്ന് ഫുഡ് ഇൻഡസ്ട്രി, ഒന്ന് ഈ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രീസ് ചൂസ് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ ടൂറിസം ഇൻഡസ്ട്രീസ്. ഇതുപോലുള്ള ഇൻഡസ്ട്രീസിലാണ് ഈ ഒരു ഫീച്ചർ കൂടുതലും ആളുകൾ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം തിരികെ വന്നതുപോലെ തന്നെ നമ്മുടെ പോയ ഒരു ഫീച്ചർ വീണ്ടും വന്നിട്ടുണ്ട്. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻവിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.